കല്ലാടി ദുരന്തത്തിൽ കാണാതായ വിക്രം റാണിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ തകർന്ന വീട് കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. ദുരന്തബാധിത പ്രദേശത്തുള്ളവരുടെ ക്യാമ്പ് പിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. ജോഷില ചേരുന്നുണ്ട് നമുക്കൊപ്പം. ജോഷില, ഗുഡ് മോർണിംഗ്. തിരച്ചിൽ ഇന്നും തുടരുകയാണ്. ഇന്നിപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന തിരച്ചിൽ ആ ഇടിഞ്ഞ് കിടക്കുന്ന വീടിന്റെ പരിസരങ്ങളിലാണല്ലേ? സിന്ധുരി, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതൽ ഏകദേശം അല്പസമയം മുൻപ് തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഹിമാചൽ പ്രദേശ് സ്വദേശിയായ വിക്രം റാണിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അന്ന് ഈ അപകടത്തിൽപ്പെട്ടതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു, വിക്രം റാണ അപകടത്തിൽപ്പെടുന്നതിൻ്റെ. പക്ഷേ അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് തിരച്ചിൽ തുടങ്ങിയ സമയത്ത് അവിടെ നിന്നും ആ തുരങ്കപാതയുടെ സമീപത്ത് നിന്നും ഇടിഞ്ഞു വീണ ആ ഒരു മല ഇടിഞ്ഞപ്പോൾ ഒരു വലിയ പാറ ഇടിഞ്ഞു വീണിരുന്നു. രണ്ട് പാറകൾ ഇടിഞ്ഞു വീണിരുന്നു. ആ രണ്ട് പാറ അവിടെ നിന്നും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആ പാറ പൊട്ടിക്കുന്ന പ്രവർത്തനമാണ് രാവിലെ തന്നെ നടക്കുന്നത്. അതിനുശേഷം ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗങ്ങളിലെ മണ്ണൊക്കെ തന്നെ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ഇന്ന് ഇതോടൊപ്പം തന്നെ നടക്കും എന്നുള്ളതാണ് ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിഷയം. അതേസമയം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നലെ ഉച്ചയോടുകൂടി പിരിച്ചുവിട്ടിരുന്നു. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതോടുകൂടി വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും, അതായത് നേരത്തെ തന്നെ സ്ത്രീകൾ തങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നാപ്കിൻ അടക്കമുള്ള സാധനങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെ വലിയ ഒരു രീതിയിലുള്ള ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം 1:30 ഈ ക്യാമ്പ് പിരിച്ചുവിട്ടതായി അധികൃതർ അറിയിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് മീനാക്ഷി എസ്റ്റേറ്റിലെ മാനേജർ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നായിരുന്നു ഞങ്ങളോട് അധികൃതർ വിശദീകരിച്ചത്. അവർ അവിടേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. കാരണം ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി മാനേജറുമായി നടത്തിയ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റുന്നത് എന്നും സുരക്ഷിതമല്ല സ്ഥലം എന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അധികൃതരെ അവർ വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എന്നാൽ പോലും ഇന്നലെ രാത്രിയോടുകൂടി അവരെ താൽക്കാലികമായി അവിടെ തന്നെ, കാരണം കാലാവസ്ഥ ഏകദേശം വെയിൽ ഉദിച്ചിട്ടുണ്ട്. ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു, ഇന്ന് രാവിലെയും നല്ല കാലാവസ്ഥയാണ്. താൽക്കാലികമായി തിരിച്ച് അവിടെ വീടുകളിലേക്ക് തന്നെ താമസിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഏറ്റവും അപകടകരമായ കാര്യമാണത്. കാരണം എപ്പോഴാണോ ഇവിടെ പ്രകൃതി ദുരന്തം മറ്റും ഉണ്ടായാൽ അത് അത്ര സുരക്ഷിതമായ സ്ഥലമല്ല. ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന് തൊട്ട് മുകളിലാണ് മീനാക്ഷി എസ്റ്റേറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ കിടക്കുന്നത്. അത്രയും സുരക്ഷിതമല്ല, അവരുടെ ജീവന് തന്നെ അപായമാണ്. തൊഴിൽ നോക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ ജീവൻ ഇവർക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു തോട്ടം തൊഴിലാളികളടക്കം ഇന്നലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ അവരെ ഇന്നലെ താൽക്കാലികമായി അവിടെ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് കലക്ടറുമായി അവർ ചർച്ച നടത്തും. അവിടെ സുരക്ഷിതമല്ല എന്നുള്ള കാര്യം അറിയിക്കും എന്നാണ് ജില്ലാ ഭരണകൂടവുമായുള്ള ചർച്ച നടത്താനായി അവർ കലക്ടറെ കാണാൻ പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിന്ധൂരി.